ഹന, എന്തൊക്കെയാ പുതിയ വിശേഷങ്ങളൊക്കെ? നിങ്ങളേതോ കാറിലിരുന്ന് പാടുന്നു, അവിടെ ഇവിടേക്ക് ഇരുന്ന് പാടി റീൽസ് ഒക്കെ ചെയ്ത്. അത് ഞങ്ങൾ ചുമ്മാ ഗ്രൂമിങ്ങിൽ ഇരിക്കത്തില്ലേ? അതെ, ഫ്രീ ടൈം കിട്ടുമ്പോ നമ്മളേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെ നമ്മൾ 5 പേര് ചേർന്നിട്ട് നമ്മൾ 5 പേര് ചേർന്നിട്ട് ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യും. അപ്പൊ 6 പേരാവില്ലേ സാർ? സാറിനെയും കൂട്ടും. അപ്പൊ ഞങ്ങൾ 2 പേരോ? സാറ് നന്നായിട്ടിരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരെയും കൂട്ടാൻ എന്നാ കുഴപ്പം. നിങ്ങളിപ്പോൾ വിഷമത്തിലാണ്. നിങ്ങളുടെ വിഷമം മാറ്റാനുള്ള പരിഹാരമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എവിടെ കാറിലിരുന്ന് പാടുവോ? കാറിലിരുന്ന് പാടും, റൂമിലിരുന്ന് പാടും. ഇവര് വരുമ്പോ ഇനി എന്ത് ചെയ്യും? അവിടെ ലോറി വാങ്ങും. കാറിൽ സ്ഥലം ഉണ്ടാവും. ഓൾറെഡി 5 പേരില്ലേ, അപ്പൊ ഇവര് 3 പേരും കൂടെ വരുമ്പോ എന്ത് ചെയ്യും? അത് 8 സീറ്റർ ഒക്കെ ഉണ്ടല്ലോ. ആള് കൂടുന്നതനുസരിച്ച് വണ്ടി മാറ്റുമല്ലോ. നൈസ് ഐഡിയ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സജഷൻ ഉണ്ടോ പാട്ട് അവർക്ക് എല്ലാരും കൂടെ ഒന്നിച്ച് വരുമ്പോ പാടാൻ? ഞങ്ങൾ എങ്ങനെ പാടേണ്ടി വരും? ഇപ്പോഴത്തെ ആൾക്കാർക്കുണ്ടല്ലോ, അതായത് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ന്യൂ ജനറേഷൻ ഇഷ്ടം കുറച്ച് ഓളമുള്ള പാട്ടുകളാണ്. അപ്പൊ അത് സെലക്ട് ചെയ്ത് ഫസ്റ്റില് കുറച്ച് ബ്ലൂപ്പേഴ്സ് ആഡ് ചെയ്ത് കുറച്ച് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് അങ്ങ് വീഡിയോ ഇടും. എന്താണ് ഈ ഓളമുള്ള പാട്ട്? ഏതെങ്കിലും ഒരെണ്ണം പറയൂ. മെഹർബാ മെഹർബാ, പിന്നെ കജ്റാ മുഹബത്ത് വാല, അങ്ങനത്തെ. അതിപ്പോ നിങ്ങൾ പാടിയല്ലോ. ഇപ്പൊ പാടിയ പാട്ട് ഒരു ഓളമുള്ള പാട്ടാണോ? ഇപ്പൊ പാടിയത് അതൊരു മെലഡിയാണ്. അത് ആസ്വദിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആസ്വദിക്കുന്നവർ കൂടുതലും ഫേസ്ബുക്കിലായിരിക്കും. അപ്പൊ നമുക്കൊന്നും ഇൻസ്റ്റാഗ്രാം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഫേസ്ബുക്കിലുള്ള ആൾക്കാർക്കാ, ഇതൊന്നും ഞങ്ങളുടെ ഇൻസ്റ്റ. ഈ 2 പാട്ട് നിങ്ങൾ പാടിയില്ലേ? വേറൊരു പാട്ട് പറ. ചന്ദനമണി സന്ധ്യകളുടെ അതൊക്കെ പാടിയാലും ഇൻസ്റ്റയിൽ ഏറ്റെടുക്കും. ഏതാ ഏറ്റെടുക്കാത്തത്? ഇപ്പൊ പാടിയത് അത് ഇൻസ്റ്റയിൽ ഏറ്റെടുക്കില്ലെന്ന്. വ്യൂസ് കുറച്ചേ കാണത്തുള്ളൂ ആയിരിക്കാം, എനിക്കറിയത്തില്ല. മോള് പറഞ്ഞ സത്യമാണ്. ഇൻസ്റ്റയില് ഞാനിപ്പോ ഇടയ്ക്ക് നോക്കിയപ്പോ ഒരു തന്തേടി താരത്തേരി തന്നൻ ചന്ദ്രികെ താരത്തൻ താരി തീരം താരി താരി തരതത്തൻാരി താരാരി അടകടലും കാറ്റും കാമിക്കില്ലേ. ആ സാധനം ഇൻസ്റ്റയില് പഴയ സാധനം, പഴയത്. പിന്നെ ഓക്കേല ഓക്കേല അടി പിന്നെ കൂടുതലും വേണ്ടത് പൊട്ടത്തരങ്ങൾ, തമാശകൾ. പൊട്ടത്തരം വേണോ അല്ലേ? അതിനാണ് ഞങ്ങളെ വിളിച്ചത്. അല്ല സാർ, നമ്മള് ഫേസ്ബുക്കില്, ഇവര് ഇൻസ്റ്റാഗ്രാമില്. ഈ ബ്ലൂപ്പേഴ്സ് ഒക്കെ നിങ്ങളെ പ്രായമായിട്ടുള്ള ആൾക്കാര് ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ അതിലിങ്ങനെ ഒഴുകി വരുന്നതാണോ? പകുതിയും നമ്മള് തന്നെ 5 പേര് ഇരിക്കുമ്പോ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് അഭിനയങ്ങളുണ്ട്. അർജുനോട് റേസ് ആവത്തില്ലേ ഫൈസിക്ക? അർജുൻ സീരിയസ് ആയി എത്ര പാടിത്തരണ ഞാൻ പോവാ. അതൊക്കെ ആക്ടിങ് ആണ്. ഇവൻ ഇറങ്ങിപ്പോയത് ആക്ടിങ് ആയിരുന്നല്ലേ? ഓ കൊള്ളാം. അപ്പൊ ഇനിയെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കണം, ഇവര് നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. നാട്ടുകാരെ നിങ്ങൾ ഇവരുടെ കാണരുത്, ഇവര് കള്ളന്മാരും കള്ളികളുമാണ്. പക്ഷെ ബ്ലൂപ്പേഴ്സിൽ ഹനയാണ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഹനയുടെ ഓരോ തമാശകൾ അല്ലേ? എവിടെ ഇത്ര ഹ്യൂമർ സെൻസ്? അതങ്ങനെ തന്നെ വന്നു പോന്നെയാ, ജന്മനാൽ കിട്ടിയതാ ആണോ? ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും തമാശ ഉണ്ടോ കയ്യില്? ഇപ്പൊ തമാശയില്ല, ഒരു അനുഭവം പറയാം. ഇവിടെ ക്രിസ്മസ് എപ്പിസോഡിലെ എനിക്ക് ഡ്രസ്സ് ഞാൻ വീട്ടിൽ നിന്ന്, അതായത് നാളെയാന്ന് അറിഞ്ഞില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, കോട്ടയത്ത് നമ്മളുടെ ജയലക്ഷ്മി ഉണ്ട്. അതെ, ജയലക്ഷ്മി കടയല്ലേ ഷോപ്പ്. അപ്പൊ അവിടെ പോയി ഭയങ്കര ടയേർഡ്, എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ. അപ്പം ഞങ്ങള് ഷോപ്പിങ്ങിന് പോയി. അപ്പം എനിക്ക് ഷോൾ എടുക്കണമായിരുന്നു. അങ്ങനെ ഷോൾ ഇല്ല അവിടെ. അപ്പം മെറ്റീരിയൽ നോക്കാൻ പോയപ്പോൾ ഞാനും ശിവാനി ചേച്ചിയും ശ്രേയ ചേച്ചിയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ 3 പേരും മാസ്ക് ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ആ ചേച്ചി
ഞാൻ പറയുന്ന ഇട്ടിട്ട് പറയാ മാസ്ക് ഇട്ടേക്കുവാണേ ഞങ്ങള്. ആ. അപ്പം ആ ചേച്ചി പറയാ ഇത് നമ്മുടെ ഹനേനെ പോലെയാണല്ലോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ശ്രേയ ചേച്ചി എന്നെ മാസ്ക് ഇട്ട് പറഞ്ഞു ഇത് ഹനയാണ്. അപ്പോഴത്തേനും ആ ചേച്ചി ഇങ്ങനെ അങ്ങ് നിന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഷോള് ഫ്രീ ആയിട്ട് കിട്ടി. അല്ല പൈസ കൊടുത്ത്. ഇരട്ടി പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഹനയുടെ ശബ്ദമൊക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയില്ലേ? ചിലരൊക്കെ കണ്ട് മനസ്സിലാക്കത്തുള്ളൂ, ആ. പക്ഷെ കൂടുതലും സംസാരത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഓക്കേ. സൂപ്പർ. സംസാരത്തിലൂടെ മനസ്സിലാക്കുന്ന ജനതയാണ് ഭൂരിഭാഗവും അല്ലേ? ഭൂരിഭാഗം അല്ല, 3 or 4 ഭൂരിയല്ല, ഭൂരി. 3 or 4 എന്ത് തിന്നുന്ന ഭാഗം? അരി അവിടെ ഒരു കൂട്ടത്തില് ഒരു 3-4 പേര് ആ, ശബ്ദം കൊണ്ട് മനസ്സിലാക്കും, ഓക്കേ. ചിലര് കണ്ട് ഒരു മനസ്സിലാക്കും. 7 പേര് കണ്ട് മനസ്സിലാക്കും. അപ്പൊ 5 പേരും എന്ത് ചെയ്യും? വായി നോക്കി നിൽക്കും. ആ. എന്ത് ചെയ്യും? ഈ കണ്ടിട്ടും മനസ്സിലാവാത്ത ആൾക്കാരില്ലേ, അവരായിരിക്കും അവിടാണ് അത്. ആ അങ്ങനെ. ആ, Very good. ശരിയാ ശരിയാ. ഓക്കെ. ഹനക്ക് ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു സെലിബ്രിറ്റി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. എ റഹ്മാൻ സാറിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. ആ. ആ, പിന്നെ എനിക്ക് നസ്രിയനെ ഭയങ്കര ഇഷ്ടം. ആണോ? നസ്രിയനെ. നസ്രിയനെ. ഓക്കേ. നസ്രിയയുടെ പോലെ ഉണ്ട് ചെറുതായിട്ട്. താങ്ക് യു. എ ആർ റഹ്മാൻ സാറിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തോ? ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെയാണോ പറയുന്നേ? ഞങ്ങളോടാ? കുറച്ച് സന്തോഷത്തോടെ പറ റഹ്മാൻ ഹാപ്പി ബർത്ത്ഡേ റഹ്മാൻ സാർ. ആ